വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന 18/5/2024 മുതൽ 24/5/2024 വരെയുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്? പവർ ഓഫ് ECI ടു ഡീരജിസ്റ്റർ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതായത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. നമുക്കറിയാം ECI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീസെൻ്റ്ലി ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ടഡ് ഓൺ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് MCC, emphasizing that star campaigners are expected to lead by the example, not disrupted സോഷ്യൽ ഹാർമോണി. നമുക്കറിയാം ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എന്തുണ്ട്, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പാലിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇത് MCC അഥവാ മോറൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഓക്കെ, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെങ്ങനെയാവും ആക്ഷൻസ്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റമാണ്. എന്താണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം? ഓക്കെ, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും ലോകത്ത് 3 ടൈപ്പ് പാർട്ടി സിസ്റ്റംസ് ആണുള്ളത്. ഓക്കെ, ഒന്നാമത്തേതാണ് ഏതെന്ന് വിളിക്കുന്നത് വൺ പാർട്ടി. വൺ പാർട്ടി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ചൈന അല്ലേ. ചൈന എന്ന് പറയുന്നത് എന്താണ് ഒരു വൺ പാർട്ടി സിസ്റ്റമാണ്. അതായത് ചൈനയിൽ ഒരേ ഒരു പാർട്ടിയുള്ളൂ. ഏതാണ്? ഫോർ എക്സാമ്പിൾ ദ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. ചൈനയിൽ ഒരൊറ്റ പാർട്ടിയുള്ളൂ. ഓക്കെ, ചൈനയിൽ എന്താണ് ഒരൊറ്റ പാർട്ടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ചൈന. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഏത് വൺ പാർട്ടി സിസ്റ്റം. ഇനി പിന്നെ വരുന്നതാണ് ഏത് ടു പാർട്ടി സിസ്റ്റം. അത് USA ആണ്. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ 2 പാർട്ടി സിസ്റ്റമാണ് കാണാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ പാർട്ടിയാണ് ഏത് റിപ്പബ്ലിക്കൻ. റിപ്പബ്ലിക്കൻ. രണ്ടാമത്തേതാണ് ഏത് ഡെമോക്രാറ്റിക്. അങ്ങനെ ഇതാണ് 2 പാർട്ടി സിസ്റ്റം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുക. പിന്നെ വരുന്നതാണ് ഏത് മൾട്ടി പാർട്ടി സിസ്റ്റം. അതാണ് ഇത് ഇന്ത്യ അല്ലേ. നമുക്ക് ഇന്ത്യയിൽ അറിയാം 1-2 പാർട്ടികളല്ല, ഒരുപാട് പാർട്ടീസ് അവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. ഇനി ഇന്ത്യയിൽ പാർട്ടീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നതാണ് ഏത് നാഷണൽ ലെവൽ പാർട്ടീസ്. ഉദാഹരണമായിട്ട് ആം ആദ്മി പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് നാഷണൽ പാർട്ടീസിൽ വരുന്നത്. കൂടാതെ എന്താണ് ബഹുജൻ സമാജ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, CPIM, അതുപോലെ തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി. പിന്നെ വരുന്നതാണ് ഏത് സ്റ്റേറ്റ് ലെവൽ വരുന്നത്. ഉദാഹരണമായിട്ട് DMK, ADMK, തെലുങ്കു ദേശം, ശിവസേന, അശോക് ഗണ പരിഷത്ത്, മിസോ നാഷണൽ ഫ്രണ്ട് ഒക്കെയാണ് ഏത് സ്റ്റേറ്റ് പാർട്ടി. ഇനി ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടിയോ ആയി അംഗീകരിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂർ 60% ഓഫ് ദ വാലിഡ് വോട്ട് പോൾഡ് ഇൻ എനി 4 more സ്റ്റേറ്റ് അറ്റ് ദ ജനറൽ ഇലക്ഷൻ ടു ദ ലോക്സഭ. അതായത് എന്താണ് ഒന്നെങ്കിൽ ലോക്സഭ ഇലക്ഷനിലേക്ക് എന്ത് ചെയ്യണം 4 സംസ്ഥാനങ്ങളിൽ നിന്നധികമായിട്ട് 6% വോട്ട് കിട്ടണം. അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ തന്നെ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇറ്റ് വിൻസ് 4 സീറ്റ് ഇൻ ദ ലോക്സഭ ഫ്രോം 1 or more സ്റ്റേറ്റ്സ് ആണ്. ഇതാണ് ഒന്നാമത്തെ. അല്ലെങ്കിൽ എന്താണ് ഇഫ് വിൻസ് 2% ഓഫ് ദ സീറ്റ്സ് ഇൻ ലോക്സഭ അറ്റ് ജനറൽ ഇലക്ഷൻ. എത്ര സ്റ്റേറ്റിൽ നിന്ന്? 3 സ്റ്റേറ്റിൽ നിന്ന്. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് റീഓർഗനൈസ്ഡ് ആസ് ദ സ്റ്റേറ്റ് പാർട്ടി ഇൻ 4 സ്റ്റേറ്റ്. അല്ലെങ്കിൽ എന്താണ് 4 സ്റ്റേറ്റുകളിൽ എന്താണ് സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിച്ചതാവണം. ഓക്കെ, ഈ 4 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇനി ഒരാളെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? 6% ഓഫ് ദ വാലിഡ് വോട്ട്സ് പോൾഡ് ഇൻ ദ സ്റ്റേറ്റ് അറ്റ് ജനറൽ ഇലക്ഷൻ ലോക്സഭ ആൻഡ് ഇറ്റ് വിൻസ് 2 സീറ്റ്സ് ഇൻ ദ ലോക്സഭ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ആണ്. അല്ലെങ്കിൽ എന്താണ് ഇഫ് ഇറ്റ് വിൻസ് 3% ഓഫ് ദ സീറ്റ്സ് ഇൻ ദ ലോക്സഭ അറ്റ് ദ ജനറൽ ഇലക്ഷൻ ടു ദി ലോക്സഭ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ഓർ 3 സ്റ്റേറ്റ്സ് ഇൻ ദ ലോക്സഭ വിച്ച് എവർ ഈസ് മോർ. ഇതിൽ ഏതാണോ കൂടുതൽ അതാണ് വേണ്ടത്. അതുമല്ലെങ്കിൽ എന്താണ് ഇഫ് ഇറ്റ് സെക്യൂർ 8% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്സ് ഇൻ ദ സ്റ്റേറ്റ് അറ്റ് എ ജനറൽ ഇലക്ഷൻ ലോക്സഭ ഫ്രം ദ സ്റ്റേറ്റ് ടു ദ ലോക്സഭ ഓഫ് ദ സ്റ്റേറ്റ് ആവണം. അതുമല്ലെങ്കിൽ if it secures 6% of the valid votes polled in the state at a general election in the form of
Lok Sabha from the state concerned if it wins one seat in the Lok Sabha in the form of state concerned ആവണം അതുമല്ലെങ്കിൽ if it wins one seat in the Lok Sabha for every 25 seats or any fraction thereof allotted of the state general election in the Lok Sabha from the state concerned. ഈ 5 ക്രൈറ്റീരിയാസ് ഉള്ള, അപ്പോൾ ചിലപ്പോൾ നാളെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്, ഫോർ എക്സാമ്പിളാണ് പറയുന്നത്, ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു നാഷണൽ പാർട്ടി ആവാനുള്ള ക്രൈറ്റീരിയ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണൊരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിക്കാനുള്ള ക്രൈറ്റീരിയ, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ഒരു സിസ്റ്റത്തെ നാഷണൽ പാർട്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി എന്നിങ്ങനെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്, വേൾഡ് വാട്ടർ ഫോം 2024 ആണ്. എന്താണ് പറയുന്നത്, ദ വേൾഡ് ബാങ്ക് ന്യൂ റിപ്പോർട്ട് വാട്ടർ ഫോർ ഷെയർഡ് പ്രോസ്പെരിറ്റി. ഓക്കെ, അപ്പോൾ പുതിയ റിപ്പോർട്ടിൻ്റെ പേരെന്താണെന്ന് നോക്കി വയ്ക്കുക. എന്താണ് പുതിയ റിപ്പോർട്ടിൻ്റെ പേര്, വാട്ടർ ഫോർ ഷെയർഡ് പ്രോസ്പെരിറ്റി, റിലീസ്ഡ് അറ്റ് ദ 10th വേൾഡ് വാട്ടർ ഫോം ഇൻ ബാലി. ഓക്കെ, അപ്പോൾ 10th വാട്ടർ ഫോമിലാണ് ഇത് റിലീസ് ചെയ്ത്, എവിടെ വെച്ചിട്ടാണ്, ബാലി ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ്. ഹൈലൈറ്റ്സ് ദ അലാമിംഗ് ഗ്ലോബൽ വാട്ടർ ക്രൈസിസ് ആൻഡ് ദ ഇംപ്ലിക്കേഷൻസ് ഫോർ ഹ്യൂമൻ ആൻഡ് എക്കോണമിക് ഡെവലപ്മെൻറ്റ് വേൾഡ് വൈഡ്. ഓക്കെ, ഇതാണ് ന്യൂസായി വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കാനുള്ള ആരെക്കുറിച്ചാണ്, വേൾഡ് വാട്ടർ ഫോറത്തെക്കുറിച്ചാണ് നോക്കാറുള്ളത്. ഓക്കെ, 2024 എന്ത് വേൾഡ് വാട്ടർ ഫോറം, അതിൻ്റെ എന്താണ് 10th വേൾഡ് വാട്ടർ ഫോറം എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, തീം ഓഫ് വാട്ടർ ഫോർ ഷെയർഡ് പ്രോസ്പെരിറ്റി ജോയിൻ്റ്ലി ഓർഗനൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ ആൻഡ് വേൾഡ് വാട്ടർ കൗൺസിൽ. ഓക്കെ, ഇത് ആരൊക്കെ ചേർന്നിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്, ഗവൺമെൻറ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ വേൾഡ് വാട്ടർ കൗൺസിൽ കൂടിയാണ്. ഇനി ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, നിലവിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 1996 എന്ത് ചെയ്യുന്നത്, ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, മാർസൈലിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ കാണാൻ പറ്റുക. നിലവിൽ എന്താണ് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഓക്കെ, അതായത് നമുക്കറിയാം IOയുടെ ഭാഗമാണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഏകദേശം 260 മെമ്പേഴ്സാണ് ഇതിലുള്ളതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ 260 മെമ്പർ ഓർഗനൈസേഷൻസ് ഇതിലുണ്ട്. ഏകദേശം എന്താണ് 52 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇന്ത്യയും ഏതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി എന്താണ് പറയുന്നത്, ഇറ്റ് മിഷൻ ഈസ് ടു ഗ്യാദർ ദ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അഡ്വക്കേറ്റ് ഫോർ വാട്ടർ ആസ് ദ പൊളിറ്റിക്കൽ പ്രയോറിറ്റി ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാനറ്റ്. അതായത് എന്താണ്, പ്ലാനറ്റിൻ്റെ സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, ഒരു പൊളിറ്റിക്കൽ പ്രയോറിറ്റി തന്നെയാണ് വാട്ടർ എന്നുള്ള സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. And the form of the world's largest event organized since 1997 every 3 years with a different host country. ഓക്കെ, ഓരോ 3 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഇത് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, ഡിഫറെൻറ്റ് ഹോസ്റ്റ് കൺട്രീസ് ആവും. The form provides unique platform for the water community and key decision makers to collaborate and make the long-term progress commitments on global water challenges, provide clean and fair water for all. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം, വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇതിൻ്റെ അതുപോലെ തന്നെ എന്താണ്, ഇത് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നോക്കി വയ്ക്കുക, ചിലപ്പോൾ എന്ത് ചെയ്യാം ചോദിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ വെള്ളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏതൊക്കെ രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സാണ് എടുത്തത് എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്, അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അമൃത്, അതുപോലെ തന്നെ സാഹി ഫസൽ ക്യാമ്പയിൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ ജീവൻ മിഷൻ, ജൽ ക്രാന്തി അഭിയാൻ, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോഗ്രാം, നീതി ആയോഗ് കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻഡെക്സ് ആൻഡ് ജൽ ശക്തി അഭിയാൻ ആൻഡ് അടൽ ബഹുജൻ യോജന, നാഷണൽ വാട്ടർ പോളിസി 2012 ആൻഡ് പ്രധാൻ മന്ത്രി കൃഷി സിനിച്ചി യോജന ആൻഡ് അടൽ ബഹുജൻ യോജന ആൻഡ് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്. ഓക്കെ, ഇത്രയും പദ്ധതികളാണ് എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്തിനു വേണ്ടി വന്നായിട്ട് കാണാം, നമ്മുടെ വെള്ളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണിത്, ഡിഫറൻസ് ബിറ്റ്വീൻ ICC ആൻഡ് ICJ. എന്താണ് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി ദ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC prosecutor has requested to arrest warrant against leaders of Hamas and the Prime Minister, Defense Minister and Israel for the war crimes in Palestine. ഇതാണ് ന്യൂസ്.
ഇതിലാണ് നമുക്ക് പ്രധാനമായിട്ടും എന്താണ് ICCയും അതുപോലെ തന്നെ ICJയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ICJ എന്ന് വിളിക്കുന്ന എന്താണ്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് ഇത്. ICJ എന്ന് വിളിക്കുന്ന, ICC എന്ന് വിളിക്കുന്ന എന്താണ്? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. ഇനി ICJ എന്നാണ് സ്ഥാപിതമാവുന്നത് വെച്ച് കഴിഞ്ഞാൽ 1945 സ്ഥാപിതമാവുന്ന. ICC 2002 സ്ഥാപിതമാവുന്നത്. ICJ എന്ന് പറയുന്ന ഏതിൻ്റെ ഭാഗമാണ്? യുണൈറ്റഡ് നാഷൻസിൻ്റെ ഭാഗമാണ്. യുണൈറ്റഡ് നാഷൻസിൻ്റെ തന്നെ ഹയസ്റ്റ് കോർട്ടാണ് ഏത്? ICJ എന്ന് പറയുന്നത്. പക്ഷേ ICC ഒരിക്കലും ഏതിൻ്റെ ഭാഗമല്ല? UN-ൻ്റെ ഭാഗമല്ല. ICJയുടെ ലൊക്കേഷൻ വരുന്നത് ദ ഹേഗ്, നെതർലാൻഡ്സ് ആണ്. ആൻഡ് ICC ദ സെയിം, ദ ഹേഗ്, നെതർലാൻഡ്സ് തന്നെയാണ്. ഇനി ഇതിൽ ആരൊക്കെയാണ് ജൂറിസ്ഡിക്ഷൻ്റെ ഭാഗമായി വരുന്നത്? UN മെമ്പർ സ്റ്റേറ്റ്സ് ആണ്. ഇതിലാരാണ്? ഇൻഡിവിജ്വൽസ് ആണ്. ഇനി ഏത് ടൈപ്പ് ഓഫ് കേസസ് ആണ് ICJ എടുക്കുന്നത്? ലീഗൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിക്വസ്റ്റ് ഫോർ അഡ്വൈസറി ഒപ്പീനിയൻസ് ഓൺ ലീഗൽ ക്വസ്റ്റ്യൻസ്. അതായത് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആരുടെ അണ്ടറിൽ വരുന്നത്? ICJയുടെ അണ്ടറിൽ വരുന്നത്. ICC എന്ന് വിളിക്കുന്നത് എന്താണ്? പ്രോസിക്യൂട്ട് ഇൻഡിവിജ്വൽസ് ഫോർ ദി മോസ്റ്റ് സീരിയസ് ക്രൈംസ് ആസ് പെർ ദി റോം സ്റ്റാറ്റ്യൂ ആണ് വരുന്നത്. ഇതിൽ അപ്പീൽസ് ഉണ്ടോ? ഇതിൽ അപ്പീൽസ് ഇല്ല, പക്ഷേ ഇതിൽ എന്തുണ്ട്? അപ്പീൽസ് നമുക്ക് കാണാൻ പറ്റും. ഇനി എൻഫോഴ്സ്മെൻറ്റ് പവർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ. Relies on the UN Security Council uphold the judgments with the permanent members having veto power. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് പവറിൽ നമുക്കറിയാം UN-ലെ മെമ്പേഴ്സിന് വീറ്റോ പവർ ഉപയോഗിക്കാൻ പറ്റും. ഇതെന്താണ് പറയുന്നത്? റിലൈസ് ഓൺ ദ കോർപ്പറേഷൻ ഫ്രം മെമ്പർ സ്റ്റേറ്റ് ടു എൻഫോഴ്സ് ദ ഇറ്റ്സ് ഡെസിഷൻ. ഓക്കെ, ഇതാണ് ആരൊക്കെ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ICJയും അതുപോലെ തന്നെ എന്താണ്? ICCയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആലോചിച്ച് വയ്ക്കുക. ചിലപ്പോൾ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ്, പ്രസാർ ഭാരതി. എന്താണ്? റീസെൻ്റ്ലി 2 ഓപ്പോസിഷൻ ലീഡേഴ്സ് അക്യൂസ്ഡ് സ്റ്റേറ്റ് ഓൺഡ് മീഡിയ ഓഫ് സെൻസറിങ് ദയർ സ്പീച്ചസ് ഡ്യൂറിങ് ദ ഓൺഗോയിങ് ലോക്സഭ ഇലക്ഷൻ. ഓക്കെ, അതായത് എന്താണ്? നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചിലവരുടെ സ്പീച്ച് സെൻസർ ചെയ്തിട്ടുണ്ട്. അതാണ് ന്യൂസ്. എന്താണ്? However, according to Prasar Bharati official, the television and radio network were simply following rules set up by Election Commission of India regarding the use of state media reorganized by parties during election. എന്താണ്? പ്രസാർ ഭാരതി അടക്കം എന്താണ്? ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾ ബാധ്യസ്ഥരാണ് ഏത് സമയത്ത്? ഇലക്ഷൻ ടൈമിൽ. നമുക്ക് നോക്കാം. പ്രസാർ ഭാരതി എന്ന് വിളിക്കുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണോമസ് ബോഡിയാണ് ഇത് പ്രസാർ ഭാരതി എന്ന് വിളിക്കുന്നത്. ഇത് ഏത് നിയമത്തിൻ്റെ അണ്ടറിലാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസാർ ഭാരതി ആക്ട് 1997 അണ്ടറിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതെന്താണ്? ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസി കൂടിയാണ്, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർ കൂടിയാണ് ഇന്ത്യയിൽ. ഇതിൽ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഇവർക്ക് പ്രധാനമായിട്ടും 2 വിങ്ങുകളാണുള്ളത്. ഒന്നാണ് നമുക്ക് കേട്ട് പരിചയമുള്ള ഓൾ ഇന്ത്യ റേഡിയോ, അല്ലേ? നമുക്കറിയാം എന്താണ് ഇന്ത്യയിലെ നാഷണൽ റേഡിയോ നെറ്റ്വർക്കാണത്. രണ്ടാമത്തെയാണ് ഇത് ദൂരദർശൻ. അത് നമ്മൾ ഒരുപാട് കാലമായി കേൾക്കുന്ന ഒരു കാര്യമാണ് ദൂരദർശൻ, അല്ലേ? എന്താണ്? ദ നാഷണൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റർ ഓഫറിങ് എ മിക്സ് ഓഫ് നാഷണൽ, റീജിയണൽ, ലോക്കൽ പ്രോഗ്രാമിങ്സ് ആണ് ഇത് ദൂരദർശൻ. ഓക്കെ, ഇനി ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനും ആദ്യം ഏതിൻ്റെ അണ്ടറിലായിരുന്നു? മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ അണ്ടറിലായിരുന്നു. പിന്നെ 1997 പ്രസാർ ഭാരതി ആക്ടിലൂടെ പ്രസാർ ഭാരതി വന്നതോടുകൂടി ആരുടെ അണ്ടറിലായി? പ്രസാർ ഭാരതിയുടെ അണ്ടറിലായിട്ട് എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അണ്ടറിലായി പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ക്ലിയർ? ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ആലോചിച്ച് വയ്ക്കുക, പ്രസാർ ഭാരതി ഏത് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്ന്, ഏതൊക്കെ മെയിൻ വിങ്സുകളാണ് ഇതിനുള്ളത്? 2 മെയിൻ വിങ്സ് ആണ്. ഒന്ന് ഏതാണ്? ഓൾ ഇന്ത്യ റേഡിയോയും, 2 ഏതാണ്? ദൂരദർശനുമാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, IMD കളർ കോഡഡ് വാർണിംഗ്സ് ആണ്. എന്താണ് ന്യൂസ്? ദ കളർ കോഡഡ് അലേർട്സ് ഹാവ് ബീൻ ഇഷ്യൂഡ് ബൈ ദി ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD for several districts in Kerala due to potential isolated very heavy rainfall in the state. നമുക്കറിയാലേ, നമ്മൾ ഈ മഴ വരുമ്പോൾ യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട്, അങ്ങനെ പല അലേർട്ടുകൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? IMD ആണ്. ആരാണ് IMD? ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. The IMD issues color-coded weather warnings to alert people about hazardous weather that could cause us damage, disruption or danger to life. നമുക്കറിയാം, വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻസ് വരുമ്പോൾ ആളുകൾക്ക് അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അലേർട്ടുകൾ ആരിറക്കുന്നത്? ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കുന്നത്. പ്രധാനമായിട്ടും അവർ 4 കളർ കോഡുകളാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുക. ഏതൊക്കെയാണ്? ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ആംബർ ആൻഡ് റെഡ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ
സെവറബിലിറ്റി വെതർ ഫിനോമിനൻ. വെതർ ഫിനോമിനൻ അനുസരിച്ച് പ്രധാനമായിട്ടും 4 കളേഴ്സാണ് ആര് ഇവർ ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തേതാണ് ഏത്? ഗ്രീൻ. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ സെർവ് വെതർ എക്സ്പെക്റ്റഡ്, അതായത് എന്താണ്? കീപ് അപ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ഫോർകാസ്റ്റ് എന്നുള്ളതാണ് ഗ്രീന്. ഇനി യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബി അവെയർ എന്നാണ്. എന്താണ്? റിമൈൻ അലേർട്ട് ആൻഡ് കീപ്പ് അപ്പ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ഫോർകാസ്റ്റ് ആണ്. പിന്നെ വരുന്നതാണ് ഏത്? ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ബി പ്രിപ്പയർഡ് എന്നാണ് അർത്ഥം. എന്താണ്? റിമൈൻ വിജിലൻറ്റ്, കീപ്പ് അപ്പ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ഫോർകാസ്റ്റ് ആൻഡ് ടേക്ക് പ്രിക്കോഷൻസ് വേർ പോസിബിൾ. അതായത് എന്ത് ചെയ്യണം? ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ തയ്യാറായിട്ടിരിക്കുക. ആൻഡ് റെഡ് എന്ന് പറയുന്നത് എന്താണ്? ടേക്ക് ആക്ഷൻ ആണ്. അതായത് റിമൈൻ എക്സ്ട്രാ വിജിലൻറ്റ്. ഇവിടെ എന്താവണം? ഒരു എക്സ്ട്രാ വിജിലൻ്റ് ആവണം. കീപ്പ് അപ്പ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ഫോർകാസ്റ്റ്, അതായത് എപ്പോഴും പുതിയ ഫോർകാസ്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കുക. ഫോളോ ഓർഡേഴ്സ് ആൻഡ് എനി അഡ്വൈസ് ഗിവൺ ബൈ ദ അതോറിറ്റീസ്, ബി പ്രിപ്പയർഡ് ഫോർ എക്സ്ട്രാ ഓർഡിനറി മെഷേഴ്സ്. അതുപോലെ തന്നെ അതോറിറ്റീസ് തരുന്ന സന്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, എക്സ്ട്രാ ഓർഡിനറി മെഷേഴ്സ് എടുക്കാൻ തയ്യാറായിരിക്കുക. അങ്ങനെ പ്രധാനമായിട്ടും ഇവർക്ക് 4 കളർ കോഡുകളാണുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? പ്രധാനമായിട്ടും വരുന്ന കളർ കോഡുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് ഇത് ഗ്രീൻ, അതുപോലെ തന്നെ എന്താണ്? യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ക്ലിയർ? ഇതാണ് കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് IMDയെ കുറിച്ച് നോക്കാം. 1875 എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഏജൻസി നിലവിൽ വരുന്നത് ഏതിൻ്റെ അണ്ടറിൽ? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിൻ്റെ അണ്ടറിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെട്രോളജിക്കൽ ഒബ്സർവേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് സിസ്മോളജി. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? വെതർ ഫോർകാസ്റ്റിംഗ് അതുപോലെ തന്നെ സിസ്മോളജി ഒക്കെയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ IMD ഈസ് ഓൾസോ വൺ ഓഫ് ദ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെൻറ്റേഴ്സ് ഓഫ് ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനിലെ 6 റീജിയണൽ ഓർഗനൈസേഷനിൽ ഒന്നാണ് ഏതെന്ന് വിളിക്കുന്നത്? നമ്മുടെ IMD, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ്, യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കോണമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്, UNDESC ആണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് ന്യൂസ്? In 2023, India became the world's most populous country with a population of around 1.44 billion, surpassing China. ഓക്കെ, എന്താണ് പറയുന്നത്? ചൈനയെ എന്താണ് മറികടന്നുകൊണ്ടെന്നാണ് 2023 ഇന്ത്യ എന്താണ് ലോകത്തിലെ മോസ്റ്റ് പോപ്പുലസ് കൺട്രിയെ മാറി. അറൗണ്ട് 1.44 ബില്യൺ പീപ്പിളാണ് നമ്മുടെ കണക്ക്. ഇറ്റ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് കോൺസിക്വൻസസ് ഓഫ് ഡൊമസ്റ്റിക് കൺസംഷൻ ഓഫ് 2 countries എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കാനുള്ള വേറെ കാര്യം കുറിച്ചല്ല, യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കോണമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. 1948 എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥാപിതമാവുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ SDG ഗോൾസിൻ്റെ ഒരു പൈനിയർ കൂടിയാണ് ആര് എന്ന് വിളിക്കുന്നത്? UNDESC എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ബ്രിങ്സ് ദ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ടുഗദർ ടു വർക്ക് ടുവേർഡ്സ് ദ കോമൺ സൊല്യൂഷൻസ് ടു വേൾഡ് മോസ്റ്റ് പ്രസിംഗ് പ്രോബ്ലംസ്. അതായത് ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് എത്തിക്കുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ആരുടെ ലക്ഷ്യമാണ്? ഇവരുടെ ലക്ഷ്യമാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് കൺട്രീസ് ട്രാൻസ്ലേറ്റ് ദെയർ ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ്സ് ഇൻ ടു നാഷണൽ ആക്ഷൻ ഇൻ ദി എക്കോണമിക് ആൻഡ് എൻവിയോൺമെൻറ്റൽ സ്പേസ് എന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്? ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഇതിൽ വരുന്ന ചില കീ ടേംസ് ആണ്, ഇവർ ഉപയോഗിക്കുന്ന ചില കീ ടേംസ് ആണ്. ഒന്നാമത്തെയാണ് ഏത്? ബർത്ത് ഡേറ്റ്. ബർത്ത് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡെമോഗ്രാഫിക് മെഷേഴ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഒക്കേഷൻ ഡ്യൂറിങ് ഗിവൻ ഇയർ ഫോർ 1000 പീപ്പിൾ ഇൻ എ പോപ്പുലേഷൻ ആണ്. പിന്നെ വരുന്ന ഒരു വാക്കാണ് ഏത്? ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, TF ആണ്. എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൺ വുഡ് ബി എക്സ്പെക്റ്റഡ് ടു ഹാവ് ഓവർ ഹെർ ലൈഫ് ടൈം ഗിവൺ കറൻറ്റ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്സ് ആണ്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അൺലൈക്ക് ദ ബർത്ത് റേറ്റ്. എന്താണ്? വിച്ച് ഈസ് എ മെഷർ ഓഫ് ബർത്ത് പെർ 1000 പീപ്പിൾ ഇൻ എ പോപ്പുലേഷൻ പെർ ഇയർ. ദ TFR പ്രൊവൈഡ്സ് എ broader perspective on the reproductive behavior and potential population growth. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് ഡിപ്പെൻഡൻസി റേഷ്യോ. എന്താണ്? ഇറ്റ് കംപ്രസസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂ ഹാവ് ടിപ്പിക്കലി നോട്ട് ഇൻ ദ ലേബർ ഫോഴ്സ്. ഡിപ്പെൻഡൻസ് ആണ് to those who are usually in the labor force, the working age population. Clear? ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് അവർ 4 ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ബർത്ത് റേറ്റ്, രണ്ട് എന്താണ്?
total fertility rate and unlike the birth rate and dependency ratio. Clear? പിന്നെ വരുന്നൊരു വാക്കാണ് ഇത് റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി, അഞ്ചാമത്തെ ടേമാണ്. എന്താണ് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് എ വുമൺ നീഡ്സ് ടു ഹാവ് ഇൻ ഓർഡർ ടു റീപ്ലേസ് ഹെയർ സെൽഫ് ആൻഡ് ഹെർ പാർട്ട്ണർ എന്നുള്ളതാണ്. അതായത് എൻഷുറിങ് ദാറ്റ് ദ പോപ്പുലേഷൻ സൈസ് റിമൈൻസ് സ്റ്റേബിൾ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് മൈഗ്രേഷൻ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതെന്താണ്? ദ കോമൺലി സൈറ്റഡ് ഫിഗർ ഫോർ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി ഈസ് അപ്രോക്സിമേറ്റ്ലി 2.1 ചിൽഡ്രൻ പെർ വുമൺ ആണ്. അതാണ് കണക്ക്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ന്യൂസ് നോക്കാം. എന്താണ്? മിനിമാത കൺവെൻഷൻ ഓൺ മെർക്കുറി പൊല്യൂഷനാണ് എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ദ ഗവൺമെൻറ് ഓഫ് അൽബേനിയ, ബുർക്കിനിയ ഫെസോ, ഇന്ത്യ, മോണ്ടിനീഗ്രോ ആൻഡ് ഉഗാണ്ട ഹാവ് യുണൈറ്റഡ് ടു കോംബാറ്റ് chemical population by launching a $134 million project to eliminate the use of mercury in the medical devices. ഓക്കെ, ഇതാണ് ന്യൂസ്. നമുക്ക് നോക്കാം എന്താണ് മെർക്കുറി പൊല്യൂഷൻ ആൻഡ് മിനിമാത കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഇതിൻ്റെ മെർക്കുറിയുടെ സിമ്പിൾ എന്താണ്? HG ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ്? 80 ആണ്. ഇനി നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്, അതായത് എന്താണ്? റോക്സ്, എർത്ത് ക്രസ്റ്റ്, ഡിപ്പോസിറ്റ് ഓഫ് കോളൊക്കെയാണ് കാണപ്പെടുന്നത്. ആൻഡ് ടോക്സിക് എഫക്റ്റ് ഓൺ നെർവസ്, ഡൈജസ്റ്റീവ് ആൻഡ് ഇമ്മ്യൂണിൻ സിസ്റ്റം, ലങ്സ്, കിഡ്നീസ് ആണ്. ആൻഡ് വൺ ഓഫ് ദ ടോപ്പ് 10 കെമിക്കൽസ് ഗ്രൂപ്പിംഗ് കെമിക്കൽസ് ഓഫ് മേജർ പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ് എന്ന് WHO-ൻ്റെയാണ്. ഇനി മെർക്കുറി വേഴ്സസ് എർത്ത് മെർക്കുറി എന്താണ്? മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് ലിങ്ക്ഡ് ടു ഹെൽത്ത് ഇഷ്യൂസ് ആണ്. എർത്ത് മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ് ലൈക്ക് ദ പെർസെൻറ്റീവ് ഇൻ സം വാക്സിൻസ് ആണ്. ഇനി എന്താണ് മിനിമാത കൺവെൻഷൻ? ഓക്കെ, മിനിമാത കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉദാഹരണമായിട്ട് പ്രൊജക്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രം അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ HG ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസിൻ്റെ ഭാഗമായിട്ട് അതിനെ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി വന്നാണ്. അതുപോലെ തന്നെ എന്താണ്? കൺട്രോളിങ് ആന്ത്രോപോജനിക് റിലീസസ് ഓഫ് HG ത്രൂ ദ ലൈഫ് സൈക്കിൾ, ഇതാണ് ഇവരുടെ കീ ഒബ്ലിഗേഷൻ. ഇനി എഗ്രീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർ ഗവൺമെൻറ് നെഗോഷിയേറ്റിംഗ് കമ്മിറ്റിയാണ്. ഇതിൻ്റെ 5th സെഷനിലാണ് ജനീവ, സ്വിറ്റ്സർലാൻഡിൽ 2013 നടക്കുന്നത്. ഇതെന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മെർക്കുറി മൈനിങ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, ട്രേഡ് ഓഫ് HG ആൻഡ് റിലേറ്റഡ് പ്രൊഡക്റ്റ്, ഡിസ്പോസൽ ഓഫ് HG വേസ്റ്റ്, എമിഷൻസ് ഓഫ് HG ഫ്രം ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്. ഏകദേശം 144 പാർട്ടീസാണ്. ഇന്ത്യ ഓൾറെഡി റാറ്റിഫൈഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്? മെമ്പർ കൺട്രീസ് ബൗണ്ട് ടു പുട്ട് ദ എബോ കൺട്രോൾസ് ഇൻ പ്ലേസ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി മെർക്കുറി പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? വോൾക്കാനിക് ഇറോപ്ഷൻ, വെതറിങ് ഓഫ് റോക്സ് ആണ്. അതുപോലെ ആർട്ടിസണൽ ആൻഡ് സ്മോൾ സ്കെയിൽ ഗ്ലോബൽ മൈനിങ് വരുന്നുണ്ട്, മേജർ സോഴ്സാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ് ഉണ്ട്, കോൾ റെയിൻ പ്രൊഡക്ഷൻ, സിമെൻറ്റ് മാനുഫാക്ചറിങ് എക്സെട്ര. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഫ്ലൂറസെൻറ്റ് ബൾബ്സ് ആൻഡ് ബാറ്ററീസ്. ഇമ്പാക്റ്റ് എന്താണ്? മീ അക്യുമുലേറ്റ് ദ അക്യൂട്ടിക് ഓർഗാനിസം ലേറ്റർ കൺസേൺഡ് ബൈ ഹ്യൂമൻസ് ആണ്. ആൻഡ് മേ ക്യാരീസ് ഹയർ റിസ്ക് കോസിങ് മിനിമാത ഡിസീസ് ആണ്. ഓക്കെ, ഒരു ന്യൂറോളജിക്കൽ സിംറ്റം ആണ്. ക്ലിയർ? And next one, India's initiative to tackle the issues of land scarcity and food insecurity. എന്താണ് ന്യൂസ്? The recently study conducted by the International Panel of Experts on Sustainable Food Systems, IPES Food, focuses on the unprecedented land scarcity threatening the farmers and food production. Clear? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് ടു ടാക്കിൾ ദ ഇഷ്യൂസ് ഓഫ് ലാൻഡ് സ്ക്യൂസസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റിയിൽ വരുന്നത്. ഒന്നെന്താണ്? ലാൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ആണ്. അതിനുവേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ഇത് നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ എന്താണ്? ഫോർമേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് 10,000 FPOs വരുന്നത്. ഇനി ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസിങ് ഫുഡ് വേസ്റ്റേജിന് വേണ്ടി കൊണ്ടുവന്ന ആക്ടാണ് ഇത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. പിന്നെ വരുന്നതാണ് ഇത് മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. പിന്നെ വരുന്നതാണ് പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. അതുപോലെ തന്നെ പ്രോഗ്രാം ഫോർ ലാൻഡ് ആൻഡ് സോയിൽ കൺസർവേഷൻ്റെ ഭാഗമായി വരുന്നതാണ് ഇത് സോയിൽ ഹെൽത്ത് ആൻഡ് കാർഡ് സ്കീംസ്. അതുപോലെ തന്നെ വരുന്നതാണ് ഇത് പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചയ യോജന ആൻഡ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് കൗണ്ടർ ടെററിസം UNOCT ആണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ്? റീസെൻ്റ്ലി ഇന്ത്യ ഹാസ് മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു ദ യുണൈറ്റഡ് നേഷൻസ് കൗണ്ടർ ടെററിസം ട്രസ്റ്റ് ഫണ്ട് CTTF, marketing a pivotal moment in its ongoing commitment
ടു കോമ്പാക്ടിങ് ടെററിസം ഓൺ എ ഗ്ലോബൽ സ്കെയിൽ. ഓക്കെ, ഇതാണ് ന്യൂസ്. നമുക്ക് നോക്കാനുള്ള ആരെക്കുറിച്ചാണ്? യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് കൗണ്ടർ ടെററിസം ആണ് എന്ത് ചെയ്യാറുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. എന്താണ് പറയുന്നത്? ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എസ്റ്റാബ്ലിഷ്ഡ് ദ യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓഫ് ദ കൗണ്ടർ ടെററിസം UNOCT ഇൻ 2017. അതുപോലെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് ഓൺ ദ ജനറൽ അസംബ്ലീസ് കൗണ്ടർ ടെററിസം മാൻഡേറ്റ്സ് ആൻഡ് എൻഹാൻസ് ദ കോർഡിനേഷൻ ആൻഡ് കോഹെറൻസ് അക്രോസ് ദ UN സിസ്റ്റംസ് കൗണ്ടർ ടെററിസം ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ദ UNOCT സപ്പോർട്ട്സ് മെമ്പർ സ്റ്റേറ്റ് ഇൻ ദ ഇംപ്ലിമെൻറ്റിംഗ് UN ഗ്ലോബൽ കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി. അതായത് എന്താണ്? മറ്റ് രാജ്യങ്ങൾ, അവരിൽ മെമ്പേഴ്സ് ആയിരിക്കുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യും? UN ഗ്ലോബൽ കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്? ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യാസ് സോഴ്സസ് ഓഫ് ഇൻകം ആണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് അപ്രൂവ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് സർപ്ലസ് ട്രാൻസ്ഫർ ഓഫ് Rs 2.11 lakh crore to the central government for the accounting year 2023-24. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻകം സോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒന്ന്, സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി വരുന്നുണ്ട്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് വഴി, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് വഴി, അതുപോലെ തന്നെ ഇൻകം ഫ്രം LAF വഴി. ഓക്കെ, LAF എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ്. ഇനി എക്സ്പെൻഡിച്ചർ ഏതൊക്കെ വഴി കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിപ്പോസിറ്റ് ആൻഡ് ബോറോയിങ്സ് ഉണ്ട്, കറൻസി ഇഷ്യൂ എക്സ്പെൻസസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊവിൻസിങ് ഫോർ കണ്ടെയ്ൻ ഏജൻസീസ് ആൻഡ് റിസർവ്സ് ഉണ്ട്. ഇനി സർപ്ലസ് ഏത് വഴിയാണ്? നെറ്റ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ ടോട്ടൽ ഇൻകം ആണ്. അതായത് സോഴ്സസ് ഓഫ് ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് ഇവരുടെ സർപ്ലസ് വരുന്നത്. അതുപോലെ തന്നെ റിസർവ് ഫണ്ട്സ് ആൻഡ് കണ്ടിൻജൻസി പ്രൊവിഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് എമർജൻസീസ് ആണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം ഏതൊക്കെ വഴിയിലൂടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വരുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സോഴ്സസ്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ എന്താണ് LAF, എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, അല്ലെങ്കിൽ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നൊക്കെ എന്താണ് ചോദ്യം ചോദിക്കാവുന്നതാണ്, സാധ്യതയുള്ള കാര്യങ്ങളാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ബുദ്ധ പൂർണിമയാണ് ന്യൂസിൽ. എന്താണ് ന്യൂസ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ്സ് ഗ്രീറ്റിംഗ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ ബുദ്ധ പൂർണിമ ഹൈലൈറ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലോർഡ് ബുദ്ധാസ് ടീച്ചിങ് ആണ്. ക്ലിയർ? നമുക്കറിയാം ബുദ്ധ പൂർണിമ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വെസക് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? വിശക് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ആരുടെ ബർത്താണ്? പ്രസൻസ് ഓഫ് സിദ്ധാർത്ഥ ഗൗതമ, ഹു ലേറ്റർ ബിക്കം നോൺ ആസ് ഗൗതമ ബുദ്ധ. ഓക്കെ, ഗൗതമ ബുദ്ധൻ്റെ എന്താണ് ദിനമാണ്? ബുദ്ധിസം ഫൗണ്ട് ചെയ്ത ആളാണ്. ആൻഡ് സെലിബ്രേറ്റഡ് പ്രൈമർലി ഇൻ സൗത്ത് ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഏഷ്യ. എവിടെയൊക്കെയാണ് ഇത്? സൗത്തിൽ, സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ് ഏഷ്യയിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇതാകുന്നത്. ഇറ്റ് ഫാൾസ് ഓൺ ദ ഫുൾ മൂൺ ഡേ ഓൺ ദ ഹിന്ദു മന്ത് ഓഫ് വൈശാഖ, ടിപ്പിക്കലി ഇൻ ഏപ്രിൽ ഓർ മെയ്. ഏപ്രിൽ ഓർ മെയ്യിലാണ് എന്ത് ചെയ്യുക? ഫുൾ മൂണുള്ള വൈശാഖ വരെ അന്നാണ് ഇത് ആഘോഷിക്കുന്നത്. ഇറ്റ് കൺസിഡർഡ് എ ട്രിപ്പിൾ ബ്ലസ്ഡ് ഡേ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നുണ്ട്. ഇതെന്താണ്? ബുദ്ധൻ്റെ ജന്മദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ എൻലൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാപരിനിർവാണമായിട്ടും ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്താണ്? ഇത് UN ഡേ ഓഫ് വെഷാഖ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 1999 മുതൽ അംഗീകരിച്ചതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ബർത്ത് എന്താണ്? സിദ്ധാർത്ഥയായിട്ടാണ് ജനിക്കുന്നത്. ഇവിടെ 563 BC. ബർത്ത് പ്ലേസ് എവിടെയായിരുന്നു? ലുംബിനി, നേപ്പാൾ, നിയർ കപിലവസ്തു ആയിരുന്നു. പാരൻസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഫാദറാണ് ഇലക്റ്റഡ് റൂളർ ഓഫ് കപിലവസ്തു ആണ്, ഹെഡഡ് ബൈ ഷക്യ, റിപ്പബ്ലിക്കൻ ക്ലാൻ. മദർ എന്താണ്? പ്രിൻസസ് ഫ്രം കൊഷാൻ ഡൈനാസ്റ്റിയാണ്. ഇനി ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ബുദ്ധാസ് ബർത്ത്, അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ഡിപ്രൈവ്, അതെന്താണ്? മഹാപരിനിർവാണ എന്നുള്ള പേരിൽ. എൻലൈറ്റ്മെൻറ്റ് എന്താണ്? നിർവാണ എന്നുള്ള പേരിൽ. ഫസ്റ്റ് സെറമണി എന്താണ്? ധർമ്മചക്ര പരിവാഹൻ എന്നുള്ള പേരിൽ. ഡെത്ത് എന്താണ്? മഹാപരിനിർവാണ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതവിടെ കൊടുത്തുവെന്നേ ഉള്ളൂ. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നോക്കണ്ട, അത് ഓൾറെഡി നിങ്ങൾ ഹിസ്റ്ററിയിൽ കറണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം ഇതിൻ്റെ സിമ്പിൾസ് ഒക്കെ ഏതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. വളരെ അധികം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ആൻഡ്
നെക്സ്റ്റ് ന്യൂസ് എന്താണ് നെക്സ്റ്റ് ന്യൂസ്? വാട്ട് ആർ ദ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ ആണ്. റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ clarified that protected areas include not only national park and wildlife sanctuary but also critical tiger habitat. That means example tiger reserves. അതായത് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും മാത്രമല്ല എന്താണ് ക്രിട്ടിക്കൽ ഹാബിറ്റേറ്റ്സിൽ വരുന്ന ടൈഗറിൻ്റെ ഏരിയാസും എന്ത് തന്നെയാണെന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ് എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട് ആർ ദ അതർ പ്രൊജക്ട് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിലെ മറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഡെസേർട്ട് നാഷണൽ പാർക്ക് ജയ്സാൽമീർ, അതുപോലെ തന്നെ കൊലിഡോ നാഷണൽ പാർക്ക് ഭരത്പൂർ, അതുപോലെ തന്നെ എന്താണ് രത്തംബൂർ നാഷണൽ പാർക്ക്, സഞ്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉദയ്പൂർ, നാഷണൽ ചമ്പൽ സാങ്ച്വറി ഓൺ ദ ട്രൈ ജംഗ്ഷൻ ഓഫ് രാജസ്ഥാൻ, മധ്യപ്രദേശ് ആൻഡ് ഉത്തർപ്രദേശ്, ഹ്രമഗ് വിദാശി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഫോർത്ത് ടൈഗർ റിസർവ് ഓഫ് രാജസ്ഥാൻ. ഓക്കെ, ഇതൊക്കെ എന്താണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് സുപ്രീം കോർട്ട് ടു റീവിസിറ്റ് 1995 ഓർഡർ ഓഫ് കൺസ്യൂമർ കോർട്ട്. എന്താണ് പറയുന്നത്? ദ റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് റൂളിംഗ് ഓൺ ദ ലോയേഴ്സ് ലയബിലിറ്റി അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഹാസ് പ്രോംപ്റ്റഡ് എ റീകൺസിഡറേഷൻ ഓഫ് ദ 1995 ഡിസിഷൻ റിഗാർഡിംഗ് മെഡിക്കൽ പ്രൊഫഷണൽസ്. ഓക്കെ, അതായത് 1995 എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ് പ്രകാരം മെഡിക്കൽ പ്രൊഫഷണൽസിന് അവരുടേതായ ചില അവകാശങ്ങളുണ്ടല്ലേ, അതാണ് അത് റീവിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് 1986 നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ റെഗുലേറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86 പ്രത്യേകിച്ച് എന്തില്ല, റെഗുലേറ്റർ ഇല്ല. പക്ഷേ ഇവിടെയാണെങ്കിലോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ്. ഇനി കൺസ്യൂമർ കോർട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് കുഡ് ബി ഫീൽഡ് ഇൻ എ കൺസ്യൂമർ കോർട്ട് വേർ ദ സെല്ലേഴ്സ് ഓഫീസ് ഈസ് ലൊക്കേറ്റഡ്. അതായത് എന്താണ് സെല്ലറുടെ ഓഫീസ് എവിടെയാണോ അതിൻ്റെ അടുത്തുള്ള കോർട്ടിലാണ് എന്ത് ചെയ്യേണ്ടത്, കേസ് കൊടുക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല. കംപ്ലയിൻറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ എ കൺസ്യൂമർ കോർട്ട് വേർ ദ കംപ്ലയിൻറ്റ് റിസൈഡ് ഓർ വർക്ക്. അതായത് എവിടെയാണോ ആളുകൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ പ്രൊവിഷൻ. കൺസ്യൂമർ കുഡ് അപ്രോച്ച് ദ സിവിൽ കോർട്ട് നോട്ട് കൺസ്യൂമർ കോർട്ട് എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. എന്താണ് കൺസ്യൂമർ ക്യാൻ സീക്ക് കോമ്പൻസേഷൻ ഫോർ ഹാം കോസ്ഡ് ബൈ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആണ്. ഇനി പെക്യുലിയറി ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത് എന്താണ്? ഡിസ്ട്രിക്റ്റിൽ അപ് ടു 20 lakh വരെയാണ്, സ്റ്റേറ്റ് 20 lakh to 1 crore ആണ്, നാഷണൽ എബോവ് 1 crore ആണ്. ഇവിടെ എങ്ങനെയാണ്? ഡിസ്ട്രിക്റ്റ് വരുന്ന അപ് ടു 1 crore ആണ്, സ്റ്റേറ്റ് 1 crore to 10 crore ആണ്, നാഷണൽ എബോവ് 10 crore ആണ് എന്നുള്ളതാണ്. ഈ കൊമേഴ്സിന് ഇവിടെ പ്രൊവിഷൻസ് ഇല്ല, പക്ഷേ എന്തുണ്ട് ഇവിടെ പ്രൊവിഷൻസ് ഉണ്ട്. ഓൾ റൂൾസ് ഓഫ് ഡിസ്ട്രിക്ട് സെല്ലിംഗ് എക്സ്റ്റെൻഡഡ് ടു ഇ കൊമേഴ്സ് ആണ്. ഇനി മീഡിയേഷൻ സെൽസ് പറയുന്നത് നോ ലീഗൽ പ്രൊവിഷൻ. ഇവിടെ എന്താണ്? കോർട്ട് ക്യാൻ റെഫർ സെറ്റിൽമെൻറ്റ് ത്രൂ മീഡിയേഷൻ ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ആണ് ന്യൂസിൽ വന്നിരിക്കുന്നതെന്നാണ്. റീസെൻ്റ്ലി ദ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 വാസ് അവാർഡഡ് ടു കൈറോസ്, റിട്ടൺ ബൈ ജെന്നി ഏൺബാക്ക് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ബൈ മൈക്കൽ ഹോക്ക്മാൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ള പ്രധാനമായിട്ട് ബുക്കർ പ്രൈസ് കിട്ടിയ ചില വ്യക്തികളെ കുറിച്ചാണ്. 1971 ആർക്കാണ് കിട്ടുന്നത്? VS നൈപ്പോളിനാണ്. എന്നാണ് വർക്ക്? എന്താണ്? ഇൻ എ ഫ്രീ സ്റ്റേറ്റ് ആണ്. 1981 ആർക്ക് കിട്ടുന്നുണ്ട്? സൽമാൻ റുഷ്ദിക്ക് കിട്ടുന്നതാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ആണ് കിട്ടുന്നത്. 1997 ആർക്ക് കിട്ടുന്നുണ്ട്? അരുന്ധതി റോയ്ക്ക് കിട്ടുന്ന അവൻ്റെ ബുക്ക് ഏതായിരുന്നു? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിരുന്നു. 2006 ആർക്കാണ് കിട്ടുന്നത്? കിരൺ ദേശായിക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആണ്. 2008 ആർക്ക് കിട്ടുന്നുണ്ട്? അരവിന്ദ് അഡ്ഗിലിക്ക് കിട്ടുന്നുണ്ട് ദ വൈറ്റ് ടൈഗർ. 2002 ആർക്കാണ്? ഗീതാഞ്ജലി ശ്രീക്ക് കിട്ടുന്നുണ്ട് ടോംബ് ഓഫ് സാൻഡിന്. ക്ലിയർ? അപ്പോൾ ചിലപ്പോൾ ബുക്ക് ആൻഡ് ഓതേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ആലോചിച്ച് വയ്ക്കാം. നെക്സ്റ്റ് വൺ പ്രിസണർ ഡിസെൻഫ്രഞ്ചൈസ്മെൻറ്റ്. എന്താണ്? ന്യൂസ് നോക്കാം. ആസ് ദി 18th ലോക്സഭ ഇലക്ഷൻസ് ആർ underway, more than 4 lakh under trials in the prisons nationwide are unable to exercise their right to vote due to the sweeping legal ban. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് പറയുന്നത്? ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക് നോക്കാം. ഇംഗ്ലീഷ് ഫോർഫ്രിച്ച് ആക്ട് 1870 എന്താണ് പറയുന്നത്? ഇറ്റ് ഡിസ്ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ് കൺവിക്റ്റഡ് ഓഫ് എ ട്രീസൺ ഓഫ് ഫ്ലനോയ്. ദ ട്രഡീഷണൽ ബിഹൈൻഡ് ദിസ് വാസ് ദ once someone was convicted for such a serious offence, they forfeited their rights including the right to vote. അതായത് ഒരാൾ സീരിയസ് ഒഫൻസിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനുള്ള അവകാശമില്ല, വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് വിളിക്കുന്നത്.
ഓക്കെ, അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നിയമപ്രകാരം അദ്ദേഹത്തിന് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നൊരു നിയമമാണിത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ സേവിങ് സെൻറ്റൻസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പീനൽ സെർവിറ്റ്യൂഡ് ഓർ ഇംപ്രിസൺമെൻറ്റ് വേർ ബയർഡ് ഫ്രം വോട്ടിംഗ് ആണ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പക്ഷേ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 എന്നാണ് പറയുന്നത്, അഡോപ്റ്റഡ് എ ബോർഡർ അപ്രോച്ച് ടു ഡിഫെൻഡിങ് സച്ച് ഡിസ്ഫ്രാഞ്ചൈസ്മെൻറ്റ്. അതായത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി വേർഷനാണ് ഇത് റൈറ്റ് ടു റെപ്രസെൻറ്റേഷൻ ആക്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. It specified that individuals confined in prison serving sentences of imprisonment or life or otherwise detained in the lawful police custody are ineligible to vote. അതായത് എന്താണ്, പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല, അവർ ഇന്നെലിജിബിൾ ആണ്. ദിസ് പ്രൊവിഷൻ എക്സ്ക്ലൂഡ്സ് ഓൺലി ദോസ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഏതാ വന്നത് ശ്രദ്ധിക്കുക. ഇപ്രാവശ്യം ഒരുപാട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂസിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണ് വന്നത്, യുണൈറ്റഡ് നാഷൻസ് ഫോം ഓൺ ഫോറസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, UNFF ആണ്. എന്താണ്, റീസെൻ്റ്ലി ഇന്ത്യ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ 19th സെഷൻ ഓഫ് യുണൈറ്റഡ് നാഷൻസ് ഫോം ഓൺ ദ ഫോറസ്റ്റ് ആണ് UNFF ആസ് ദ UN ഹെഡ്ക്വാർട്ടർ ഇൻ ന്യൂയോർക്ക്. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഇതിൻ്റെ കറണ്ട് അഫെയർസ് സൈഡിലേക്ക് പോവാം. ദ UNFF ഈസ് ആൻ ഇൻ്റർ ഗവൺമെൻറ്റൽ പോളിസി ഫോം ദാറ്റ് പ്രൊമോട്ട്സ് മാനേജ്മെൻറ്റ്, കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓൾ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്. ഇതാണ് ആരുടെ പ്രത്യേകത, ഇവരുടെ പ്രത്യേകത. ഇനി എന്നാണ് UNFF എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്, 2000 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, UN എക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ എന്താണ്, ദ ഫോറം ഹാസ് യൂണിവേഴ്സൽ മെമ്പർഷിപ്പ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്, എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് ന്യൂസാണ് ഏത്, യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം ആണ്. എന്താണ് പറയുന്നത്, ദ UN ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം UNODC ഹാസ് റീസെൻ്റ്ലി റിലീസ് ദ 3rd എഡിഷൻ ഓഫ് ദ റിപ്പോർട്ട് ടൈറ്റിൽഡ് വേൾഡ് വൈൽഡ് ലൈഫ് ക്രൈം റിപ്പോർട്ട് 2024. ശ്രദ്ധിക്കുക. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഏത് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്, വേൾഡ് വൈൽഡ് ലൈഫ് ക്രൈം റിപ്പോർട്ടാണ്. ഇതാരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, UNODC ആണ് അല്ലേ. നമുക്കറിയാം എക്സാമിന് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അവരുടെ റിപ്പോർട്ടുകളും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി പബ്ലിഷ് ചെയ്തതാണ്, ഇതെപ്പോഴാണ് ഏറ്റവും അവസാനമായി പബ്ലിഷ് ചെയ്ത്, 2024 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും അവസാനമായി പബ്ലിഷ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ. ഇനി അവരുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം ആണ്. 1997 എന്ത് ചെയ്യുന്നത്, ഇവർ സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് നെയിം ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, 2002 നെയിം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ആക്ട് ആസ് ദ ഓഫീസ് for drug control and crime prevention by combining the United Nations International Drug Control Program and the Crime Prevention and Criminal Justice Division of the United Nations Office at Vienna. അതായത് എന്താണ്, വിയനയിലുള്ള യുണൈറ്റഡ് നാഷൻസ് ഓഫീസിലെ ക്രൈം പ്രിവെൻഷൻ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഡിവിഷനും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, യുണൈറ്റഡ് നാഷൻസ് ഇൻ്റർനാഷണൽ ഡ്രഗ് കൺട്രോൾ പ്രോഗ്രാമും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡ്രഗ് കൺട്രോളിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നത്, ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ള ആരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ടു വേസ്റ്റ് മാനേജ്മെൻറ്റ്. എന്താണ് പറയുന്നത്, റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ക്രിട്ടിക് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ന്യൂഡൽഹി underscores the pressing concern with over 3,800 tons of untreated waste in the national capital, posing threats to public health and the environment as accumulates in landfills. ഓക്കെ, ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന റൂൾസ് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ആദ്യത്തെയാണ് ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് എന്ന് വിളിക്കുന്ന PWM റൂൾസ്. ഇതെപ്പോഴാണ് വരുന്നത്, 2016 എന്ത് ചെയ്യുന്നത്, ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇറ്റ് മെയിൻറ്റെയിൻ ദ ജനറേഷൻസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ടു ടേക്ക് സ്റ്റെപ്സ് ടു മിനിമൈസ് ദ ജനറേഷൻസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്
prevents illiterating of plastic waste and ensure surgicated storage of waste at source among other measures. Okay, in February 2022, Plastic Waste Management Act rules amended. Okay, അപ്പോൾ ഇത് എന്നാണ് അമെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്നാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. 2022 ഇത് അമെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഓഫ് 2016. ഇത് എന്താണ് പറയുന്നത്? The objective of the rules is to properly manage per day biomedical waste. Per day biomedical waste manage ചെയ്യുന്നതിനെ കുറിച്ചാണ് ഫോം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അക്രോസ് ദി കൺട്രി ആണ്. പിന്നെ വരുന്നതാണ് ഇത് വേസ്റ്റ് ടു വെൽത്ത് പോർഷൻ. എന്താണ്? ഇറ്റ് എയിംസ് ടു ഐഡൻറ്റിഫൈ ഡെവലപ്പ് ആൻഡ് ഡിപ്ലോയ് ദ ടെക്നോളജീസ് ടു ട്രീറ്റ് വേസ്റ്റ് ടു ജനറേറ്റ് എനർജി, റീസൈക്കിൾ മെറ്റീരിയൽസ് ആൻഡ് എക്സ്ട്രാക്ട് റിസോഴ്സസ് വാല്യൂ ആണ്. പിന്നെ വരുന്നതാണ് ഇത് വേസ്റ്റ് ടു എനർജി. എന്താണ്? എ വേസ്റ്റ് ടു എനർജി ഓർ എനർജി ഫ്രം വേസ്റ്റ് പ്ലാനറ്റ്സ് കൺവെൻഷൻ മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി ആൻഡ് ഓർ ഹീറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണ്. പിന്നെ വരുന്നതാണ് ഇത് പ്രൊജക്റ്റ് റീപ്ലാൻ. എന്താണ്? ഇറ്റ് എയിംസ് ടു മേക്ക് ക്യാരി ബാഗ്സ് ബൈ മിക്സിംഗ് പ്രോസസ്ഡ് ആൻഡ് ത്രെഡഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് വിത്ത് ദ കോട്ടൺ ഫൈബർ റേറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2080. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ റേഷ്യോ ചോദിക്കാം. റേഷ്യോ എത്രയാണ്? 2080 ആണ് ഇത് റേഷ്യോ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ I4C. The Ministry of Home Affairs has issued warnings about an increase in digital arrest scams where cyber criminals impersonate government officials to extort money from the unsuspecting victims. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതിൽ നമുക്ക് നോക്കാനുള്ള ആരെക്കുറിച്ചാണ് നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആരെക്കുറിച്ച് തന്നെയാണ്? ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്ററിനെ കുറിച്ചാണ്, അഥവാ I4Cയെ കുറിച്ചാണ് എന്ത് ചെയ്യാറുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ അണ്ടറിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ അണ്ടറിലാണ്? MHA. MHA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ഏത്? MHA അല്ലേ? MHAയുടെ അണ്ടറിലാണ് ഏത് വരുന്നത്? ഇവർ വരുന്നതായിട്ട് കാണാൻ പറ്റുക. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഫ്രെയിംവർക്ക് ഓഫ് ഇക്കോ സിസ്റ്റം ഫോർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഫോർ ഡീലിംഗ് വിത്ത് ദ സൈബർ ക്രൈമിനെ കോർഡിനേറ്റഡ് ആൻഡ് കോംപ്രഹെൻസീവ് മാനർ. അതായത് എന്താണ്? സൈബർ ക്രൈംസ് എന്താണ്? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് ഏതിൻ്റെ, അല്ലെങ്കിൽ അതിന് പരിഹാരം കാണുക എന്നുള്ളതൊക്കെയാണ് ആരുടെ ലക്ഷ്യം? ഇവരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ആൻഡ് I4C ഈസ് എൻവിസേജ്ഡ് ടു ആക്ട് ആസ് ദ നോഡൽ പോയിന്റ് ഓഫ് സ്കോപ്പ് സൈബർ ക്രൈം ഇൻ ദ കൺട്രി ആണ്. അതുപോലെ തന്നെ ഇറ്റ് പ്രപ്പോസസ് അമെൻമെൻറ്റ്സ് ടു ദി സൈബർ ലോസ് ടു കീപ്പ് അപ്പ് വിത്ത് ദ റാപ്പിഡ്ലി ഇവോൾവിംഗ് ടെക്നോളജീസ് ആൻഡ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഇവരുടെ പ്രത്യേകതയാണ്. ആൻഡ് കോർഡിനേറ്റ് implementation of mutual legal assistance treaties ആണ് with other countries for cyber crimes in the consultation with the relevant authority. Ministry of Home Affairs അണ്ടറിലാണെന്ന് പറഞ്ഞു. MLAT is a bilateral agreement between the two or more countries that allows for the exchange of information and evidence enforcement criminal public laws. ഇതിന് വേണ്ടിയിട്ട് ഇവർ എക്സ്ചേഞ്ച് വെച്ചിരിക്കുന്ന ഒരു അഗ്രിമെൻ്റാണ് ഏതെന്ന് വിളിക്കുന്നത്? MLAT എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഫുട്ബോൾ ലെജൻഡ് സുനിൽ ഛേത്രിയാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്നാണ്? സുനിൽ ഛേത്രി ദ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഹാസ് അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെൻറ്റ് ഫ്രം ദി ഇൻ്റർനാഷണൽ ഫുട്ബോൾ ആഫ്റ്റർ പ്ലേയിങ് ദ ലാസ്റ്റ് മാച്ച് എഗെയിൻസ്റ്റ് കുവൈറ്റ് ഓൺ 6 ജൂൺ 2024. അതായത് എന്താണ്? 6 ജൂൺ 2024 എന്താണ്? കുവൈറ്റിനെതിരെയുള്ള അവസാന മാച്ചോട് കൂടി എന്ത് ചെയ്യും? കരിയർ അവസാനിപ്പിക്കുമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സുനിൽ ഛേത്രി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വരുന്നപ്പോഴാണ് ജൂൺ 12, 2005 എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഏകദേശം 150 അപ്പിയറൻസസ്, 94 ഗോള്, അതുപോലെ തന്നെ എന്താണ് 11 ട്രോഫീസാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലബ് ഫുട്ബോളിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 339 അപ്പിയറൻസും 146 ഗോൾസാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഏതാണ്? നോബൽ പ്രൈസ് ഫോർ ലിറ്ററേറ്റ് ആലീസ് മുൺറോ ആണ്. എന്താണ്? റീസെൻ്റ്ലി ആലീസ് മുൺറോ എ നോബൽ ലിറ്ററേറ്റ് ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പാസ്ഡ് അവ അവരെന്ത് ചെയ്തു? മരിച്ചുപോയി. ഇതാണ് ന്യൂസ്. ലിവിങ് ബിഹൈൻഡ് എ ലെഗസി ഓവർ 12 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആൻഡ് the 2013 Nobel Prize itself testaments to her significant literacy contributions ആണ്. മുൺറോ also won the
മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് 2009 ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിൽസർ പ്രൈസ്, കാനഡാസ് മോസ്റ്റ് ഹയസ്റ്റ് പ്രൊഫൈൽ ലിറ്ററസി അവാർഡ് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. എന്ത് പേരിൽ? ഗില്ലർ പ്രൈസ് എന്നുള്ള പേരിൽ. അതുപോലെ തന്നെ ഷീ ഗെയിൻഡ് വേൾഡ് വൈഡ് റീഓർഗനൈസേഷൻ ഫോർ എക്സെപ്ഷണൽ സ്കിൽസ് ആൻഡ് ക്രാഫ്റ്റിംഗ് ഷോർട്ട് സ്റ്റോറീസ്. മുൻറോ സ്റ്റോറീസ് എക്സ്പ്ലോർഡ് എ റേഞ്ച് ഓഫ് ഹ്യൂമൻ experiences including love, desire, dissatisfaction, aging and the ethnical dilemmas ആണ്. നമുക്കിവിടെ നോക്കാനുള്ള ആരെക്കുറിച്ച് കൂടിയാണ്? നോബൽ പ്രൈസിനെ കുറിച്ച് കൂടിയാണ്. ഓക്കെ, ഇതാരാണ് ഇതിന് തുടക്കം കുറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൽഫ്രഡ് നോവലാണ് തുടക്കം കുറിക്കുന്ന ഡൈനാമിറ്റിൻ്റെ ഇൻവെൻറ്ററാണ്. ആൻഡ് awarded those who have conferred the greatest humankind during the preceding year ആണ്. ഫസ്റ്റ് അവാർഡ് ഹാൻഡിൽ ചെയ്യുന്നപ്പോഴാണ് 1991. ഏതിനൊക്കെയാണ്? ഫിസിക്സിനാണ് കൊടുക്കുന്നത്. റോയൽ സ്വീഡിഷ് അക്കാദമി സയൻസസ്, കെമിസ്ട്രി റോയൽ സ്വീഡിഷ് അക്കാദമി സയൻസസ്, പിന്നെ സൈക്കോളജി ഓർ മെഡിസിൻ ദ നോബൽ അസംബ്ലി ഓഫ് കറോലിങ്ക ഇൻസ്റ്റിറ്റ്യൂട്ട്, ലിറ്ററേച്ചറിന് കൊടുക്കുന്ന ദ സ്വീഡിഷ് അക്കാദമി, പീസിന് ആരാ കൊടുക്കുന്ന? നൈജീരിയൻ ഗ്ലോബൽ കമ്മിറ്റി, ആൻഡ് എക്കണോമിക് സയൻസസിന് ആരാണ്? റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് ആണ്. ഓക്കെ, ഇനി പ്രൈസ് സെറിമണി എവിടെയാണ്? ഹെല്ലിയർ, സ്റ്റോക്ക്ഹോളം, സ്വീഡനിലാണ്. എല്ലാ വർഷവും ഡിസംബറിൽ ഉണ്ടാവാറുള്ളത്. The Peace Prize is not awarded Stockholm ceremony but presented annually Oslo, Norway in the same day എന്നുള്ള അതിൻ്റെ പ്രത്യേകതയാണ്. പീസ് പ്രൈസ് അവിടെ വെച്ചല്ല കൊടുക്കാറ്. ഈച്ച് നോബൽ ലിറ്ററേച്ചർ റിസീവ്സ് ഗോൾഡ് മെഡൽ, എ ഡിപ്ലോമ ആൻഡ് എ മോണിറ്ററി അവാർഡാണ്. ആൻഡ് നോബൽ പ്രൈസ് കൻ നോട്ട് ബി ഗിവൻ ടു ഫോസ്മോളജി, അതായത് ആഫ്റ്റർ ഡെത്ത്, മരിച്ചതിന് ശേഷം എന്ത് ചെയ്യാറില്ല? ഇത് കൊടുക്കാറില്ല. ആൾസോ 3 people ക്യാൻ ഷെയർ നോബൽ പ്രൈസ് അവാർഡ് ബിറ്റ്വീൻ ദം. 3 പേർക്ക് വരെ എന്ത് ചെയ്യാം? ഇത് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഇന്ത്യൻ നോബൽ ലിറ്ററേറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറാണ്. 1913 കിട്ടുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ നോബൽ ലിറ്ററേറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ തെരേസയാണ്. 1979 കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത്, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ടു ദി റസ്കിൻ ബോണ്ട്. ഓക്കെ, എന്താണ് ന്യൂസ്? ദ എമിനൻറ്റ് ഇന്ത്യൻ ഓഥർ റസ്കിൻ ബോണ്ട് ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് ദ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ദ ഹയസ്റ്റ് ലിറ്റററി ഹോണർ ബെസ്റ്റ് ഓർഡ് ബൈ ദി സാഹിത്യ അക്കാദമിയാണ്. നമുക്ക് സാഹിത്യ അക്കാദമി അവാർഡുകളെ കുറിച്ച് എന്ത് ചെയ്യാം? നോക്കാം. എന്താണ് സാഹിത്യ അക്കാദമി അവാർഡ്? ഇതാരാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാഹിത്യ അക്കാദമിയാണ് കൊടുക്കുന്നത്. ഇന്ത്യാസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് ആണ്. അവാർഡ്സ് ആരാണ് കൊടുക്കുന്നത്? 24 അവാർഡ്സ് ഫോർ ലിറ്റററി വർക്ക് റിയോർഗനൈസ്ഡ് ബൈ ലാംഗ്വേജസ് ഫ്രം 22 ഫ്രം ദ 8th ഷെഡ്യൂൾ. അതായത് എന്താണ്? നമുക്കറിയാം 28th ഷെഡ്യൂളിലെ 22 ലാംഗ്വേജസിനും കൂടാതെ ഇംഗ്ലീഷ്, രാജസ്ഥാനി ലാംഗ്വേജസിനാണ് 24 അവാർഡുകൾ. അതുപോലെ തന്നെ എന്താണ്? 24 അവാർഡ്സ് ഫോർ ലിറ്ററസി ട്രാൻസ്ലേഷൻസ് ഫ്രം ഇൻ ടു ദ ഇന്ത്യൻ ലാംഗ്വേജ്. 24 അവാർഡുകൾ എന്താണ്? ഇന്ത്യൻ ഇതിലേക്ക് എന്താണ്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ ക്രൈറ്റീരിയ എന്താണ്? ഓതർ ഇന്ത്യൻ നാഷണാലിറ്റി ആയിരിക്കണം. ആൻഡ് ബുക്ക് വർക്ക് മസ്റ്റ് ബി അണ്ടർ ഔട്ട് ഗോയിങ് കോൺട്രിബ്യൂഷൻ ദ കറസ്പോണ്ടിങ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആയിരിക്കണം. ഇനി 2002 നോക്കുകയാണെങ്കിൽ എന്താണ്? ഗിവൻ ഫോർ കൺസിഡറബിൾ കോൺട്രിബ്യൂഷൻ ദ പ്രൊപ്പഗേഷൻ, മോഡേണൈസേഷൻ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് കൺസേൺ ആണ്. അതുപോലെ തന്നെ അവാർഡ് ഉദ്യാനാഥ് ഝാ, വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ഇൻ ക്ലാസിക്കൽ ആൻഡ് മിഡീവൽ ലിറ്ററേച്ചർ ആണ് ഈസ്റ്റേൺ റീജിയനിൽ. ഇതിന് ബുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഏതൊക്കെയാണ്? യാദ് വശം, നാദുള്ള തമ്പി ആൻഡ് അഗുബുച്ച കവിതാച്ചു, വരള ആന്ത പ്ലസ് 50 മോറാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് അവാർഡീസ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുന്ധതി റോയ്, ഭാരി നാരായണൻ, മിസ്റ്റർ രാജേന്ദ്രൻ, പ്രവീൺ ബന്ദീർ, അനിഷ് അഫ്ഗാൻ ആൻഡ് മനോജ് കുമാർ ഗോസ്വാമി. ആൻഡ് വർക്ക് ഏതൊക്കെയാണ്? അരുന്ധതി റോയുടെ ഓൾ ബെസ്റ്റ് ലീവ്സ് ലീവ്ഡ്, അതുപോലെ തന്നെ തുമ്പടി കെ ഷാദ്, അതുപോലെ തന്നെ എന്താണ് ഖാല പാനി, ഉജ്ജ സാത്യ ആൻഡ് ഖോവ സരാബ് ആൻഡ് ബൂൾ സത്യയൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ കൊടുക്കുന്ന സാഹിത്യ അക്കാദമി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യ അക്കാദമി ബാൽ സാഹിത്യ പുരസ്കാരം എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. ബേസ്ഡ് ഓൺ ഓതേഴ്സ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻ റിസർച്ചാണ്. 2002 ഇത് കിട്ടിയത് ആർക്കാണ്? ഗണേഷ് മർദാനിക്കും ഹാപ്പൻ മൈക്കുമാണ്. ആൻഡ് സാഹിത്യ അക്കാദമി യുവ പുരസ്കാറുണ്ട്. ബുക്ക് പബ്ലിഷ്ഡ് ഓൺ ഓതർ ഏജ് ഓഫ് 35 ആൻഡ് ബിലോ ആണ്. ഇത് 2000 കിട്ടിയത് പവൻ നലറ്റിനും അതുപോലെ തന്നെ മീ സന്ദര പോകന്തിരിക്കുകയാണ്. ഓക്കെ, മറാഠി പോയട്രിയാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? 7th എഡിഷൻ ഓഫ് എക്സൈസ് ശക്തിയാണ്. എന്താണ്? ദ 7th എഡിഷൻ ഓഫ് ദി ജോയിൻറ്റ് മിലിറ്ററി എക്സൈസ് ശക്തി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഓക്കെ, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള മിലിറ്ററി എക്സൈസ് ആണ് എക്സ്റ്റൈൻ ശക്തി എന്ന് പറയുന്നത്. ഇതെവിടെയാണ്? ഇത് റുമോയ് മേഘാലയയിലാണ്. മാർക്കറ്റിംഗ് എ സിഗ്നിഫിക്കൻറ്റ് കൊളാബറേഷൻ ഓഫ് എൻഹാൻസിങ് ടാക്ടിക്കൽ കാപ്പബിലിറ്റീസ്. ഇനി നമുക്ക് നോക്കാം. എക്സൈസ് ശക്തി ഈസ് എ
ബൈലൽ ട്രെയിനിങ് ഇവൻറ്റ് കണ്ടക്റ്റഡ് ബൈ ആൾട്ടർനേറ്റീവ്ലി ഇൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ആൾട്ടർനേറ്റീവിലാണ് കണ്ടക്ട് ചെയ്യുന്ന ആരൊക്കെ തമ്മിൽ? ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ദ ലാസ്റ്റ് എഡിഷൻ എപ്പോഴായിരുന്നു? 2021 നവംബറിലായിരുന്നു. ഫോക്കസ് ഏരിയ എന്താണ്? എക്സൈസ് ശക്തി എയിംസ് ടു എൻഹാൻസ് ജോയിൻറ്റ് മിലിറ്ററി കപ്പാസിറ്റി ഓഫ് ബോത്ത് സൈഡ്സ് ഓഫ് അണ്ടർടേക്ക് മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻ ഇൻ സബ് കൺവെൻഷണൽ സിനാരിയോ അണ്ടർ ദ ചാപ്റ്റർ 6 of the United Nations mandate ആണ്. 7th of the United Nations mandate ആണ്. And joint exercise will focus on the operations in the semi-urban and mountain terrainലാണ്. ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടാക്ടിക്കൽ ഡ്രിൽസ് വിൽ ഇൻക്ലൂഡ് റെസ്പോൺസസ് ടു ടെറിട്ടോറിയൽ ആക്ഷൻസ്, അതുപോലെ തന്നെ എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കമാൻഡ് പോസ്റ്റ് ആൻഡ് ദ ഇൻ്റലിജൻസ് ആൻഡ് സർവൈലൻസ് സെൻറ്റേഴ്സ് എംഫസസിങ് റീഡിങ്നെസ് ആൻഡ് കോർഡിനേഷൻ ആണ്. ആൻഡ് അതർ ജോയിൻറ്റ് എക്സസൈസസ് ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ഇന്ത്യ വരുന്ന ഏതൊക്കെയാണ്? എക്സൈസ് വരുണ, എക്സൈസ് ഗരുഡ ആൻഡ് എക്സൈസ് ഡെസേർട്ട് നൈറ്റ് ഒക്കെയാണ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? കിർഗിസ്ഥാനാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ഏതാണ്? ബൈഷേഖാണ്. ഫ്രീഡം ഫൈറ്റർ സുഖ്ദേവ് താക്കൂർ വാസ് റിമെമ്പർഡ് ഓൺ ഹിസ് ബർത്ത് ആനിവേഴ്സറി. അതുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഈ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ എന്താണ്? ഇതൊരു സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ്. ബൗണ്ടറീസ് ഏതൊക്കെയാണ്? കസാക്കിസ്ഥാൻ നോർത്ത് വെസ്റ്റ് ആൻഡ് നോർത്തിൽ, ചൈന എന്താണ്? ഈസ്റ്റ് ആൻഡ് സൗത്തിൽ, താജിക്കിസ്ഥാൻ സൗത്തിൽ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ വെസ്റ്റിലാണ്. ഇതെന്താണ്? ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ജിയോഗ്രഫിക്കൽ ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഹൈയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് വിക്ടറിയാണ്, പോർഡെ പീക്കാണ്. ആൻഡ് മേജർ റിവേഴ്സാണ് ദരിയ, നരിയാൻ ആൻഡ് ഷോൾ റിവറാണ്. ലേക്ക് ഏതൊക്കെയാണ്? ഒസ്രോ, ഇസാക്ക്, കൂൽ. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സെയിൻറ്റ് ലേക്ക് ആഫ്റ്റർ ദ കാപ്സിയൻ സീ. ഇതിൻ്റെ പ്രത്യേകതയാണ്. നാച്ചുറൽ റിസോഴ്സസ് ഒക്കെയാണ് ഗോൾഡ്, കോള്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആണ്. നെക്സ്റ്റ് ആണ് ഇത് ഇറാൻ. ക്യാപിറ്റൽ എവിടെയാണ്? ടെറൈൻ ആണ്. എന്താണ്? ഇറാൻ പ്രസിഡന്റ് ഡൈസ് ഇൻ ദ ഹെലികോപ്റ്റർ ക്രാഷുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസാണ്. ആൻഡ് പൊളിറ്റിക്കൽ ഫീച്ചർ എന്തൊക്കെയാണ്? ലാൻഡ് ബൗണ്ടറീസ് എന്ന് പറയുന്ന അർമേനിയ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ നോർത്ത്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ഈസ്റ്റ്, ഇറാഖ് വെസ്റ്റ്, തുർക്കി നോർത്ത് ഈസ്റ്റ്. മാരിടൈം ബൗണ്ടറീസ് വരുന്ന ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ ആൻഡ് സൗദി അറേബ്യ ആണ്. സറൗണ്ടിങ് വാട്ടർ ബോഡീസ് ഏതൊക്കെയാണ്? പെർസിയൻ ഗൾഫ് ആൻഡ് ഗൾഫ് ഓഫ് ഒമാൻ ആണ്. ജിയോഗ്രഫിക്കൽ ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പീക്ക് എന്താണ്? മൗണ്ട് ഡാവൻഡ് ഇൻ ദ അൽബ്രൂസ് മൗണ്ടൻ റേഞ്ച് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദ ഹയസ്റ്റ് വോൾക്കാനോ ഇൻ മിഡിൽ ഈസ്റ്റ് ആണ്. മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്? ദസ്, ഖർ ആൻഡ് ഖരുൺ ആൻഡ് ദിയല. ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെയാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, കോൾ, ക്രോമിയം, കോപ്പർ, അയൺ ഓർ ആൻഡ് ലീഡ്, മാംഗനീസ്, സിങ്ക് ആൻഡ് സൾഫർ ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ വീക്കത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുള്ള നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.